മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയപ്പോ തൃപ്തിയായില്ലേ അപ്പോട്ടിന്? നാണം കെടാൻ തുണി കൊടുക്കാതെ ഒന്നും അല്ലല്ലോ ഞാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. നേരിയമംഗലത്ത് വീട്ടിൽ അപ്പുക്കുട്ടൻ അസൽ അപ്പുക്കുട്ടനായിട്ട് തന്നെയാ വന്നത്. ഇല്ല, എന്റെ ജീവിത അവസാനം വരെ ഞാൻ ഈ നാണക്കേട് മറക്കില്ല. മറക്കാതിരിക്കാനും വേണ്ടി അത്ര വലിയ പ്രശ്നമൊന്നും ഇവിടെ സംഭവിച്ചില്ലല്ലോ. നീ കെട്ടിത്തന്ന ആ വേഷം എനിക്ക് തീരെ ചേരുന്നില്ല. അതാണ് എനിക്ക് ചേരുന്ന ഈ വേഷം ഇട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നത്. കേട്ടില്ലേ, ആ കോലത്തിൽ അങ്ങോട്ട് വന്നപ്പോ അവിടെ ഉണ്ടായിരുന്നവരൊരു ചിരി എന്റെ തൊലി ഉരിഞ്ഞു പോയി. സാരമില്ല, ഉരിഞ്ഞു പോയ തൊലി വീണ്ടും വരും. പിന്നെ ചിരിയുടെ കാര്യം, സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലും അത് കണ്ട് നിന്ന് ചിരിക്കുന്ന മക്കളുണ്ട് ഇവിടെ. ഈ കവളൊന്ന് കോഷ്ടിച്ച് പല്ലിങ്ങനെ പുറത്ത് കാണിച്ച അതിന്റെ പേരാ ചിരി. അതിലൊന്നും വലിയ അർത്ഥമില്ലെന്ന് ആദ്യം നീ മനസ്സിലാക്ക്. എന്തിനും ഏതിനും അപ്പോട്ടിന് മറുപടി പറയാൻ അറിയാം, പക്ഷെ ഞാനാണ് അവിടെ തളർന്നെന്ന് അപ്പോട്ട് മനസ്സിലാക്കിയില്ല. നീ ഇങ്ങനെ ചൂടാവുന്ന എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ ക്ഷണിച്ച അതിഥികളിൽ നിന്റെ ആ ഡോക്ടർ വന്നില്ല, അതല്ലേ കാര്യം? ഡോക്ടർ എന്റെ ആരാ? ഞാൻ ക്ഷണിച്ചവരൊക്കെ എന്റെ ആരാ? അവരുടെ ആർഭാടം കാണാനോ അവരുമായി ചങ്ങാത്തം കൂടാനോ അല്ല ഞാൻ അവരെ ക്ഷണിച്ചത്. പിന്നെ എന്തിനാ ക്ഷണിച്ചത്? എന്റെ ഭർത്താവിനെ, എന്റെ അപ്പോട്ടിനെ എല്ലാവരുടെയും മുന്നിൽ അന്തസ്സായി പ്രദർശിപ്പിക്കാനായി ഞാൻ ഒരുങ്ങിയത്. പ്രദർശിപ്പിക്കാൻ ഞാനെന്തൊന്ന് പ്രദർശന വസ്തുവോ? ഏതൊരു ഭാര്യ ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചുള്ളൂ. നിന്റെ ഒരാഗ്രഹത്തിനും ഞാൻ ഇതുവരെ തടസ്സം നിന്നിട്ടില്ലല്ലോ. ഈ ചെറിയൊരു കാര്യം നീ ഇത്ര വലിയ പ്രശ്നമൊക്കെ ഞാൻ ഓർത്തില്ല. ക്ഷമിക്ക്, ഇനിയും വെഡിങ് ആനിവേഴ്സറികൾ വരില്ലേ? നമുക്ക് ഒരു കൊച്ചപ്പുക്കുട്ടൻ പറക്കട്ടെ. അവനെ നീ ആഗ്രഹിക്കുന്ന പോലെ പാന്റും സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് വലിയൊരു ടൈയും ഒക്കെ കെട്ടി അസലൊരു സായിപ്പ് കുട്ടിയായിട്ട് വളർത്തണം. പോരെ? ചിരിക്കടോ, ചിരിക്കടോ. ആകെ കൊളാക്കി. ഇത് ഷൂട്ടിംഗ് ആഡ് ഫിലിമാ. അത് പാറ്, ക്യാമറ, ലൈറ്റ്, HMI. ഞാൻ சொல்றது കേൾടാ. போவதற்கு ஐயோ, என்ன பாப்பா, என்னாச்சு? சொல்லு ருக்கு. அப்பா அம்மா என்ன எப்படி எல்லாம் வளர்த்தே? பப்பம், நம்ம குழந்தை எப்படி வளர்த்தின்னு நீ சொல்லி கொடு. நல்லா தான் வளர்த்தியது. அதுக்கு இப்ப என்னடா ஆச்சு? அப்படி சொல்லாதீங்க, எனக்கு அண்ணா தெரியணும். ஐயோ, அழாதம்மா அழாத. என் கண்ணம்மாவே ஒரு உறும்பு போலும் கடிக்காம என் கண்ணா வளர்த்தின. அது சரி, அது நான் குழந்தையா இருந்த போது. அதுக்கப்புறம் நீ வளர்ந்து பெரிய பொண்ணாயதுக்கு அப்புறம் அழகும் ஆரோக்கியம் உள்ள கண்ணுக்கு நிறைஞ்சொரு பையன் கிட்ட உன்னை ஒப்படைக்கணும். நான் செய்துட்டேன். இனி என்ன ப்ராப்ளம்? இல்லப்பா, உங்களை ஏமாத்தியாச்சு. அவருக்கு அழகு இருக்கு, ஆரோக்கியம் இருக்கு, ஆனா ஒண்ணு மட்டும் கிடையாது, மனசு. அவர் மனசு நல்ல மனசுப்பா. கண்ணம்மா, நீ யார விஷயம் சொல்ற? வேற யாரு? அவர்தான் அத்துக்கார். அப்படியா? ஏன் பொண்ணு அளவுக்கு வச்சு அவன் கதையை இப்பவே நான் முடிச்சிடுவேன். முடிச்சிரு, என் கதையே முடிச்சிரு. நான் சொல்றது கேளப்பா. வாய மூடுற சரியா? நீ எதுக்கு டூப்ளிகேட் மேரேஜ் பண்ற? அது என் வேலையப்பா. யாரடா அந்த வேலைப்ப? ஐயோ, அது என் வேலை அப்பா, ஜோலி. என் മനസ്സിൽ ഒരേ ഒരു പെണ്ണുതാ இருக்கு. എൻ ருக்கு. അവളുടെ കൊളന്ത മുഖം, അവളുടെ നടപ്പ്, അവളുടെ ചിരിപ്പ്, അവളുടെ பேச்சு, அதெல்லாம் என் மனசுல இருக்கப்பா. அவள் மேல எவ்வளவு அன்பு பாசம் இருக்குன்னு உங்களுக்கு தெரியுமா? நான் காமிச்சறேன். என்னடா நீ காமிக்க போற? ஹனுமானா இருந்தே நெஞ்சு பொளிச்சு காட்டியறே. பாரு, ருக்கு இங்கதான் இருக்கு. சாரி, இங்கதான் இருக்கு. காமிச்சு தர்றேன். அவள் மேல எவ்வளவு அன்பு பாசம் இருக்குன்னு நான் காமிச்சு தர்றேன். நான் காமிச்சறேன். ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ഞാൻ. ഇവൻ എന്നാ കാമിക്ക പോറേ? ഷേർഷാ, എന്താ സംശയമുണ്ടോ? ഷേർഷാ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ തലയോട്ടിയോട് ചോദിച്ചാൽ മതി, അവ പറഞ്ഞത്. അതിന് തലയോട് സംസാരിക്കില്ലല്ലോ ഷേർഷാ. തലയോട്ടികൾ സംസാരിക്കാറില്ല, അതുകൊണ്ടാണ് ഷേർഷാ സംസാരിക്കുന്നത്.
ഇതാരുടെ തലയോട്ടിയാണെന്ന് അറിയാമോ? ഇല്ല. നിങ്ങൾക്കെന്നല്ല, ലോകത്താർക്കും അറിയില്ല. ഒരുപാട് ബ്രെയിനുകൾ ഉപയോഗിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ജപ്പാനിലെ കുപ്രസിദ്ധ അധോലോക ചക്രവർത്തിയായ മിത്സുയ ടഹാഷി. ഇതയാളുടെ 40ാമത്തെ വയസ്സിലുള്ള തലയോട്ടി. ഇതയാളുടെ 10ാമത്തെ വയസ്സിലുള്ള തലയോട്ടി. വന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. എനിക്കിന്ന് 3 കൊലപാതകങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. 4, 5. അതെ, 6. എന്റെ ഭാര്യയ്ക്ക് ഒരു സംശയം. എന്താ, നിങ്ങൾ അവളുടെ ഭർത്താവല്ലെന്നാണോ? അതല്ല. അതിൽ കൊണ്ടുപോകരുത്. എന്താ? വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ അവളെ കെട്ടി തൂക്കിയത്. അത് എന്താന്ന് വെച്ചാൽ എന്റെ ഭാര്യയോട് എനിക്ക് സ്നേഹമുണ്ടോ എന്നുള്ളതാണ് അവളുടെ സംശയം. അപ്പോ ഞാൻ അവളെ കൊന്നു തരണോ അല്ലേ? അയ്യോ, കൊല്ലൊന്നും വേണ്ട. പിന്നെ എന്റെ ഭാര്യയോട് എനിക്കുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെറിയൊരു മാർഗം. ഒരു കാര്യം ചെയ്യാം. ഉം. തന്റെ ഭാര്യയോടൊപ്പം ഞാൻ കുറച്ചു ദിവസം താമസിച്ച് നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് ഞാൻ അവൾക്ക് ഒരു സ്റ്റഡി ക്ലാസ് കൊടുക്കാം. അതൊന്നും വേണ്ട, വഴി ഞാൻ പറഞ്ഞുതരാം. വഴി നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഓ, ഞാൻ പറയുന്നത് കേൾക്ക്. ഗർഭിണിയായ എന്റെ ഭാര്യയും ഞാനും കൂടി നാളെ അമ്പലത്തിൽ പോകുന്നു. ഗർഭിണിയായ ഭാര്യയും കൊണ്ട് അമ്പലത്തിലേക്കല്ല, ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്. എന്റെയൊക്കെ ഒന്ന് ശ്രദ്ധിക്ക്. ഞാനും ഭാര്യയും കൂടി നടന്നു വരുമ്പോൾ ഇക്കവളെ ഉപദ്രവിക്കുന്ന പോലെ അഭിനയിക്കണം, കയറി പിടിക്കണം. ഛേ, ഇത്ര ചെറിയ കാര്യങ്ങൾക്കൊന്നും ശേർഷ പോകാറില്ല. ഒരു കാര്യം ചെയ്യാം, എന്റെ ശിഷ്യൻ ബൂർഷയെ വിടാം. അയ്യോ, അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ഈ പണിക്ക് വേറെ ആരെ നോക്കിയിട്ട് കിട്ടിയില്ലേക്കാം. അഡ്വാൻസ് വെച്ചേ. എന്റെ ലൈഫിന്റെ പ്രശ്നം നാളെ വരണം. ശരി, അത്ര നിർബന്ധമാണെങ്കിൽ നാളെ നിങ്ങൾ പറഞ്ഞ റോഡിൽ ഈ മഞ്ഞ ഹെൽമറ്റും ധരിച്ച് ഞാൻ അവിടെ ഉണ്ടാകും. ശരി, നിൽക്കൂ. ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷേ മുസ്ലിമാണ്. അത് നന്ദി. പൊക്കോളൂ. എന്മേലെ കോമാ മറന്നിടറാ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ருக்கு, നാളെ കാലയിல കോവില് പോണോ, ഒരു சத்ரு சம்ஹார புஷ்பாஞ்சலி பண்ணோம். நான் வரல, நீங்க போங்க. சரி பரவாயில்ல, நீ வரலன்னு நான் போலாம். மைண்ட் ஒன்றும் சரியல்ல, உடம்புக்கெல்லாம் ஒரே வலி, ஒரு பிரச்சனை என்ன தெரியாது. என்னாச்சுன்னா? என்னன்னு தெரியாது. நெஞ்சு வலிக்குதா? ஆமா. சரி சரி, தூங்கிக்கோங்க. நாளைக்கு கோயிலுக்கு போலாம். தூங்கிக்கோங்க. சரி. தூங்குங்க. ஐயோ, இது என்னாச்சுன்னா? என்ன இப்ப நம்ம கோயில இருந்து வேற எங்கேயாச்சும் போறோமா? இல்ல, எங்க இல்ல. அண்ணா, இன்னைக்கு எனக்கு மல்லி மாலை, பிச்சி மாலை, கதம்பம் எல்லாம் வாங்கணும். அவ்வளவுதானே. எதுக்கு இருக்கு? இப்ப തന്നെ നമുക്ക് എത്രയോ ബിസിനസ് ഉണ്ട്. அதுக்கு மேல எதுக்கு இந்த பூ பிசினஸ்? ஐயோ, அதுக்கு இல்லன்னா வட்டா கோயிலில பூஜை பண்றதுக்கு. என்ன ஐயப்பன் கோயில் போற வழி இதானா? ആ വഴി പോയാൽ നടക്കില്ല, എവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? என்ன അല്ല, அந்த வழி அரேஞ்ச்மெண்ட்ஸ் எல்லாம் ரொம்ப மோசம். உள்ள நம்ம சின்ன கண்ணன் இருக்கு இல்லையா, அப்ப கெட்டர்ல இப்படி இப்படி போச்சுன்னா பிரச்சனை ஆயிடும். அதான் அப்படிதானே. என்ன எனக்கு இன்னைக்கு உங்க கையால ஏதாவது வாங்கி கொடுங்க. எல்லாம் வாங்கி தரேன், சீக்கிரம் தடு. அந்த சாரி வாங்கி தரேன். பிடிச்சு பிடிச்சு இதாளு. இவ்வளவு വലിയ கடை? ஆமாமா, വലിയ கடை. நைட்டி இருக்கு, சாரி இருக்கு. என்ன வேணும்? அந்த சாரியா பிடிக்கலாம் இல்ல. அப்படியே நைட்டிக்கு அப்புறமா அந்த வயலட் வேணுமா? வயலட் சாரியா? யாருடா என் பொண்டாட்டி மேல கை வச்சது? டேய், பொண்டாட்டி மேல கை வைக்கிறதா யாரும் தெரியுமா? எப்படி இருக்கு பாரு. அண்ணே, டேய் அடி அடி, நிறுத்து நிறுத்து நிறுத்து. എന്നെ കൂടാതെ ഹെൽമറ്റ് ധരിച്ച വേറൊരുത്തരും ഇനി ഒരു അവസരം വരട്ടെ. തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ ആശാനെ? ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷെ ക്രിസ്ത്യാനിയാണ്. എന്റെ വൈഫാണ് എന്റെ മാനങ്ങളെ. ഫ്രണ്ട് എന്നെ കണ്ട പിന്നെ നിലത്ത് നിർത്തൂല്ല. ஐயோ ஐயோ அண்ணா
ഭയങ്കര തമാശക്കാരൻ. ഇടിച്ചാണ്. അയ്യോ, എൻ്റെ അമ്മോ. തടുപിടിക്കില്ലേ? എന്താ പിന്നെ? നിങ്ങൾ കാണിച്ച ഒരുമാതിരി പോക്കൃത്തരായി. അല്ല അത് ഞാൻ താനൊന്നും മിണ്ടണ്ട. താനാണെന്ന് വിചാരിച്ച് ഞാൻ ഒരുത്തനെ കയറി തല്ലുകയും ചെയ്ത് അവന്റെ രണ്ട് കിട്ടുകയും ചെയ്ത് എന്നെ നടുവും പോയി. ആരാത്? ഓ, ഇനി അതറിഞ്ഞിട്ടണം അവനെ ചെന്ന് കണ്ട് അവന്റെ രണ്ടും കൂടി തനിക്ക് കിട്ടാൻ. തനിക്കൊന്നും പറഞ്ഞ പണിയല്ല മിച്ചറത്. അയാളുടെ ഒരു മഞ്ഞ ഹെൽമെറ്റ്. ഒരവസരം കൂടി പറ. ഷേർഷയ്ക്ക് പറ്റിയ ജീവിതത്തിലെ ആദ്യത്തെ അബദ്ധമാണിത്. അപ്പൊ അന്ന് മംഗലാപുരത്ത് പറ്റിയതോ? അത് കൂട്ടണ്ട. ഇതിന് ഞാൻ പകരം വീട്ടും. എന്നോടോ? ഇല്ല, ഇന്നല്ലെങ്കിൽ നാളെ ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല. ഇപ്പൊ മാനോ ഇല്ല. Correct.